കഴിഞ്ഞ 46 വർഷമായി തടങ്കലിലാണ് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ, അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അടക്കം ഭീകര പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിനെ ലാഹോറിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു പാക് സൈന്യം. ഒപ്പം തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ മുൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച കമാൻഡോകളുടെ ഒരു വലിയ നിര തന്നെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 1 കിലോമീറ്റർ ദൂരത്തിൽ CCTVകളും പാകിസ്ഥാൻ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ നോട്ടമിടുന്ന ഒരു കൊടും ഭീകരനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം പ്രധാനമായി ഹാഫിസ് സയ്യിദിനെ കൂടി ലക്ഷ്യമാക്കിയായിരിക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ലഷ്കർ എ തോയ്ബയുടെ തലവനായ ഈ 77കാരൻ അവസാനമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഏതായാലും ഈ പൽഗാമിൻ്റെ തിരിച്ചടിയിൽ ശ്രദ്ധാകേന്ദ്രമാകുകയാണ് ഇപ്പോൾ ലാഹോറിലെ മൊഹല്ല ജോഹറിലെ ജനവാസ കേന്ദ്രത്തിലാണ് പാകിസ്ഥാൻ ഇയാളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ഈ ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഇടമായതുകൊണ്ടും പള്ളിയും മദ്രസയും ഒക്കെ ഇതിനടുത്ത് ഉള്ളതുകൊണ്ടും തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തില്ല എന്നാണ്. പക്ഷേ ഒരു കമാൻഡോ ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഒരു അജ്ഞാതൻ്റെ ഒരു ഓപ്പറേഷൻ കൂടി അവിടുത്തെ സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ലാഹോറിലെ മൊഹല്ല ജോഹറിലെ ഈ വസതിക്ക് ചുറ്റും അവരുടെ സെക്യൂരിറ്റി ടൈറ്റാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ ഈ ഏജൻസികളല്ല ഈ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടിരിക്കുന്നത്, ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് എന്ന് തന്നെ പറയുമ്പോൾ ലാഹോറിൽ കൊടും ഭീകരന് ഒരുക്കിയ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.